ക്രിക്കറ്റ് കളിക്കാരൻ വന്നെന്ന്. കോഹ്ലിയെ കീഴിലെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ വന്നാ കാണാം. ആ പുറത്തൊന്നും അധികം ആരും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിനു മുമ്പ് എപ്പോഴേ ആള് കൂടി തന്നെ. എന്താണ് ഇവിടെ? എന്റെ പൊന്നണ്ണ, നിങ്ങളുടെ ഒരു വലിയ നേതാവ് വന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാ ഭയങ്കര കഷ്ടം. അതേത് നേതാവ്? സിദ്ധു അറിയൂ? ഓ, സിദ്ധു അണ്ണൻ. അതൊക്കെ നമ്മൾ എപ്പോഴേ അറിഞ്ഞ് ഇല്ല അണ്ണ? പിന്നെ ഒരു മാസം മുമ്പേ അറിഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ മാറിയപ്പോ ഒരു മിനിറ്റ്. ഹലോ. ആ അണ്ണാ, ഞാൻ വേറൊരു കാര്യം പറയാനാ വിളിച്ചത്. എന്താ? ഇവിടെ ദേവസഹായ ലോഡ്ജിലെ സിദ്ധു വന്നിട്ടുണ്ട്. എടാ, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിരുന്നല്ലേ അവള് ശരിയല്ലാണ്. അപ്പൊ നീ എന്താ പറഞ്ഞത്? അവള് പാവമാണ്, കുടുംബിനിയാണ്. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ സമാധാനമല്ല. ഇയാളിത് എന്തോന്ന് പറയുന്നത്? സിന്ധു അല്ലണ്ണ, സിദ്ധു. അതാരാ? നമ്മുടെ വലിയ നേതാവല്ലേ? ഓ, സിദ്ധുവണ്ണൻ. ഞങ്ങള് ഭയങ്കര സുഹൃത്തുക്കളല്ലേ? എന്നിട്ട് നമ്മുടെ ഒരു ദേശീയ നേതാവ് ഇവിടെ വന്നിട്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് വെച്ചാ? അതിപ്പോ നമുക്ക് പ്രത്യേകിച്ചും ചെയ്യാനില്ലേ. നിങ്ങളൊരു കിഴങ്ങൻ തന്നെ. പ്രതിഷേധിക്കാനാ? എങ്ങനെ? നമുക്ക് പോലീസിനെതിരെ പ്രതിഷേധിക്കാം. എന്നിട്ട് ആ എസ് ഐക്ക് ഇട്ടൊരു പണി കൊടുക്കാം. എങ്ങനെ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഒരു ദേശീയ നേതാവ് ഇവിടെ വന്നിട്ട് ആ അഹങ്കാരിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞോ? അത് ഈ നാടിന്റെ ആഭ്യന്തരത്തിന്റെ വീഴ്ചയല്ലേ? അത് ശരിയാവോ? മിന്നലസയുടെ സ്വഭാവം അറിയാല. ഒന്നും സംഭവിക്കില്ലണ്ണ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ആ മിന്നലിനെ വിളിച്ചൊന്ന് വരട്ട്. അതിലയാൾ വീണാൽ സംഭവമേറ്റ്. ആണല്ലേ? ഓക്കെടാ. ഹലോ. ഹലോ, എസ് ഐ രാജൻ. നിന്റെ മടി വെച്ച് പേരിട്ടിരിക്കണോ? എസ് ഐ സാറൊന്നും വിളിയടാ. മര്യാദക്ക് സംസാരിക്കണം മിസ്റ്റർ രാജൻ. ഞാൻ ഇവിടുത്തെ പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റാ. യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റാ? അയ്യോ സാറത് എന്തിനെന്നറിയോ? ഞാൻ ഈ ഉറക്ക ചടവിന് ഓരോന്ന് പറഞ്ഞു പോയതാണ് കേട്ടാ. മനസ്സിലൊന്നും വെച്ചേക്കല്ലേ സാറേ? ഓക്കെ, തന്റെ അഹങ്കാരം അത്ര നല്ലതല്ല. അത് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. എന്തിനു ചെയ്യാനാ സാറേ? പോലീസായി പോയില്ലേ. സാറ് ഏത് പാർട്ടിയുടെ പ്രസിഡന്റാണ്? പാർട്ടി പ്രതിപക്ഷമാണ്. CSPയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ് സതീശൻ പൂങ്കാവനം. നീ ഇത്ര നേരം പ്രതിപക്ഷത്തിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് എനിക്കിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഒറ്റ പക്ഷേ ഉള്ളൂ, അതാണ് ഭരണപക്ഷം. കേട്ടോടാ പൂങ്കാ മോനെ സതീശ. അതെ, തന്റെ അഹങ്കാരത്തിന് നാളെ തന്നെ ഒരു 8ന്റെ പണി അങ്ങോട്ട് തരുന്നുണ്ട്. നിന്റെ കൊരവള്ളി വലിച്ച് ഞാൻ ഊഞ്ഞാലി കെട്ടും. നീ എനിക്കിട്ട് എന്തോന്നുണ്ടാക്കൂടാ? എന്തുണ്ടാക്കുമെന്നാ? നാളെ ഇവിടെ ഹർത്താൽ, അതും തന്റെ പേരില്. അതിന്റെ അന്ത്യം തനിക്കൊരു സസ്പെൻഷൻ. എന്തേ, മതിയോ? എന്തിനെന്നോ? ഞങ്ങളുടെ ദേശീയ നേതാവ് കേരളത്തിൽ വന്നിട്ട് സാധിച്ചോ? അഹങ്കാരിയാ താങ്കൾക്ക് സാധിച്ചോ? അയ്യോ, അത് എന്തിനെന്നറിയണ്ണ, ഒരു തിരക്കുകളിൽ പെട്ടുപോയതാണ്. വെച്ചേക്കല്ലേ. അത് ഏത് നേതാവ്? സിദ്ധു, നവജോത് സിംഗ് സിദ്ധു. എപ്പോ? എവിടെ? ഇവിടെ ദേവസഹായ ലോഡ്ജില്. ദേവസഹായ ലോഡ്ജില സിദ്ധു? അത് എന്തിന് പേര്? അത് മന്ത്രി. പുള്ളി വന്നോണ്ടിരിക്കുക. അതെ വന്നല്ലേ. എന്നാ പൈസ പറയാ വിട്. എന്തായി കാര്യം? ഒന്നും ആയില്ല. അയാൾ ഇപ്പോഴും അകത്താ. എസ് ഐ ഇങ്ങോട്ട് വന്നിരുന്നു. ഇല്ലല്ലോ. വന്നില്ലേ? ഏയ്, ഞാൻ വിളിച്ച് നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാള് പേടിച്ച ഈ റീത്ത് എന്ത് ചെയ്യണം? ദേ വരുന്നുണ്ട്. സാറേ, ഞാൻ സതീശൻ പൂങ്കാവനം, പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ്. ഓ, നേരത്തെ ഫോൺ വിളിച്ച സാറില്ലേ? അതെ. സാറൊന്ന് വരി. വെയിറ്റ്. സാറേ, സതീശൻ സാർ ഇതൊരു ഇഷ്യൂ ആക്കരുത് കേട്ടാ. പിന്നെ ഇനിയൊരു സ്ഥലം മാറ്റം, ഈ അനാഥപ്രേതം പോലുള്ള അലച്ചില്, എനിക്കത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് സാറേ. ഇപ്രാവശ്യം കൂടി സാർ എന്നോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. എൻ്റെ അമ്മയാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും. കാര്യം കണ്ടു കഴിഞ്ഞാൽ തുണി നോക്കി കാണിക്കുന്ന തന്നെ നിങ്ങളെ പോലീസുകാർ. അയ്യോ, ഈ രാജനെ സാറിന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഞാൻ ഒരിക്കലും നന്ദികേട് കാണിക്കൂല. എൻ്റെ മക്കളാണ് സത്യം. ഓ, താങ്ക്സ്. പിന്നെ ഇത് ഈ പത്രക്കാരൻ ഏടാകൂടൊന്നും അറിയിച്ചിട്ടില്ലല്ലോ? ഇല്ലില്ല. ഓ, അതിന് വലിയ ഉപകാരം ഉണ്ട് സാറേ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മരിച്ചാലും മറക്കൂല. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൊള്ളാം. എന്നാ പിന്നെ അങ്ങോട്ട് പോവില്ലല്ലേ? പോവാം. ഇനി എത്ര സമയം വെയിറ്റ് ചെയ്യണേ? എന്റെ മാട്ടിനെ നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ പൊയ്ക്കോ. നീ അവിടുന്ന് വന്ന് ചിലവ് ഞാൻ അങ്ങോട്ട് തന്നോളാം.
അല്ല പിന്നെ എന്റെ വർഗീസേ, അയാളെ കാണാൻ ആവേശത്തിന് വന്നതല്ലേ, നീ ഒന്ന് ക്ഷമി. എന്താ സാർ? ആര് ഈ ലോഡ്ജിന് ഓണർ? ഞാനാണ് സാർ. ഞാൻ നിരീക്ഷിച്ചു. ഇന്നിവിടെ വല്ല VIP വന്നിരുന്നു? BJP വന്നില്ല. ഉച്ചയ്ക്ക് 2-3 കോൺഗ്രസ്സുകാർ വന്നിരുന്നു പിരിവിനായിട്ട്. എന്നിട്ട് കൊടുത്ത? അത് പിന്നെ മിസ്റ്റർ രാജൻ, എന്താ മിസ്റ്റർ രാജൻ നോക്കുന്നത്? അല്ല സാർ, വിളിച്ച് എന്തെന്ന് നോക്കിയതാണ്. മിസ്റ്റർ രാജൻ, നമ്മൾ വന്ന കാര്യം മാത്രം സംസാരിക്കാം, അല്ലാതെ സാധാരണക്കാരെ ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള നിങ്ങളുടെ സ്ഥിരം പോലീസ് ഭാഷ നിർത്തണം മിസ്റ്റർ രാജൻ. ഇവിടെ സിദ്ധു വന്നിട്ടുണ്ടോ? ക്രിക്കറ്റ് കളിക്കാരനല്ലേ? 103 സാർ. ഞാൻ മാറിക്കിടും സൂക്ഷിച്ച് കയറണം സാറേ. സാറേ, ഇതാണ് മുറി. ഇതിനകത്തുണ്ട്. എന്തിനു പടയണത്? അവിടെ നില്ലേ, ഞാൻ നോക്കട്ടെ. ഇവിടെ നിൽക്കണ എല്ലാവരും പറഞ്ഞു കേട്ടില്ല സാർ. പിന്നെ നടന്നു. അല്ലെങ്കിൽ ഈ ഇറക്കമാർക്കൊരു ചവിട്ടിന്റെ കുറവുണ്ടായിരുന്നു. എനിക്ക് വയ്യ. ഞാൻ ഒരു മീറ്റിങ്ങിലാണ്. പിന്നെ വിളിക്ക്. ഒന്നാടാണ് ചെന്നിരിക്കുന്നു. ഓക്കെ. എന്താണത്? പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഏലസി ചട്ടിയാക്കി വന്നിരിക്കണല്ലേ? രണ്ടെണ്ണം കൂടി കൊടുക്കും സാറേ. അപ്പൊ തത്ത പറയും പോലെ പറയൂ. പറ. പറയല്ലേടോ. എങ്ങനെയുണ്ട് കണ്ടില്ലേ? മറ്റേ മോനെ, SI രാജനെ നിനക്ക് ശരിക്കും അറിയില്ല. ഇതിന്റെ പുറകിൽ ആര് യന്ത്രം നീ ഇപ്പൊ പറഞ്ഞോ? ഇല്ലെങ്കിൽ അടുപ്പി കയറ്റി പോങ്കാടി ഇടിക്കും ഞാൻ. അടുത്ത മുറ വേറെയാണ്. ഇനി ഉരുട്ടി സാറേ. അപ്പൊ സത്യം പറ സാറേ, എല്ലാത്തിനും പിന്നിൽ പറയും സാറേ. കർത്താവി, ഇത് പുതിയൊരു ടിസ്റ്റാണല്ലോ. അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ അല്ലേ? കപ്പലില്ല സാറേ. ഇവൻ നുണ പറയുക. ഇവൻ കള്ളനാ. കള്ളൻ ആരെന്ന് കണ്ടുപിടിക്കാനാണല്ലേ വർഗീസലാപ്പ ഞാനിത് ഇട്ടോണ്ട് നിക്കണം. അല്ലാതെ ചെരക്കാനല്ലല്ലേ. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ജോർജ് സാർ, അപ്പൊ അടുത്ത സീൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യല്ലേ? നീ പോലീസ് ഉരുട്ടാൻ പഠിപ്പിക്കണല്ലേ? നീ SI രാജനെ ഉരുട്ടാൻ പഠിപ്പിക്കണല്ലേ? എങ്ങനെയാ ഉരുട്ടല്? എങ്ങനെയാ? കളി എന്നോടാ. ഓരോന്ന് എണ്ണി എണ്ണിപ്പറ. വേറെ ആരൊക്കെയാണ് ഇതിന്റെ പുറകിലെന്ന്? നിന്റെ പെൺവാണിപ്പ റാക്കറ്റിന്റെ പുറകിൽ ആരാണ്? സാറേ, കൊണ്ട് ഇട്ടിക്കഴിഞ്ഞാൽ തത്ത പറയണല്ലോ ഞാൻ പറയും. അപ്പൊ നിനക്ക് കിട്ടിയൊന്നും പോരല്ലേ? ഇത് കഴിഞ്ഞിട്ട് മതി. ഇതിന്റെ പുറകിൽ നിന്നെല്ലാം കളിച്ചിട്ട് ഒരു പാവത്തിനിടിക്കുമ്പോ നീ ഇന്ന് പ്രോത്സാഹിപ്പിക്കണല്ലേ? നീ പറയില്ലല്ലേ? അതാണ് ഞാൻ സോഫ്റ്റ് ആയിട്ട് ചോദിച്ചത്. നീ പറ. ചോദിക്കുമ്പോ പൂമരം പാട്ടുപാടി നീ പുളുത്താൻ നിൽക്കണ പുളുത്താനെ. ഈ താടിക്ക് കുടിക്കിട്ടവനും ഉണ്ടായിരുന്നു 40 പേരില്. ഇയാളാണ് ശരിക്കും മുതലാളി. കളസോട്ട കള്ള കളവാ. അപ്പൊ താനാണ് ഇതിന്റെ തലവനല്ലേ? കൂടെയുള്ള മറ്റൊരെന്തി? ബസ്സിലുണ്ട് സാർ. അത്യാവശ്യമായിട്ടൊന്ന് കൊടൈക്കനാൽ വരെ പോകാൻ ഇറങ്ങിയതാ. ഓ, പുതിയ മെത്തേഡാണ്. ടൂർ പ്ലാൻ ചെയ്ത് പെൺപാണി. ജോർജ് സാർ, പെട്ടെന്ന് വരി. എന്താ സാർ? ഇവൻ നമ്മുടെ കൊടയണ കനാലൊന്ന് കാണിച്ചു കൊടുക്കി. നല്ല പ്ലേസ് ആണ് കേട്ടാ. നമുക്കും പോയാലോ? എവിടാ?
കൊടൈക്കനാല്. ഊട്ടി ഉണ്ടല്ലോ. ആ പോണോ? നടക്കേ